നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല എലിവേഷനും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അൾട്രാ കണ്ടംപററി ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കി തീർത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു വീടാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഡിസൈൻ, ഐ കാച്ചിങ് ആയിട്ടുള്ള എല്ലാ ഇൻറ്റീരിയറും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് 3D എലിവേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിംഗ് ടൈൽസ്, ഔട്ട്ഡോർ പ്ലാൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലത്തെ ബാൽക്കണി നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല നമുക്ക് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ക്ലാഡിംഗ് ടൈൽസൊക്കെ ഉൾപ്പെടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലോൺ ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. 2 ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് വരുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീടുള്ളത്. വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ലോറി സൈറ്റാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഡിസൈനും അതുപോലെ ഇൻറ്റീരിയറും ഉള്ള നല്ല വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത വീടിൻ്റെ ഫുൾ വിശേഷങ്ങളും നമുക്ക് കിടക്കാം. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും ഒരു 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ലൊക്കേഷനിലാണ് നമുക്ക് ഈ വീടുള്ളത്. കറക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമയം കാവിൻപുറത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. 50 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് മെയിൻ ഫ്രണ്ടേജ് റോഡ് ആണ് വരുന്നത്, ബസ് റൂട്ടാണ് വരുന്നത്. അപ്പോൾ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ മനോഹരമായ വീടിൻ്റെ ഫുൾ വിശേഷങ്ങളോട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. വീടിൻ്റെ എൻട്രൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എത്ര വലിയ വണ്ടിയായാലും നമുക്ക് അകത്തോട്ട് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സുഖമായിട്ട് കോമ്പൗണ്ടിനകത്തോട്ട് വരാൻ ഉള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇൻ്റർലോക്ക്ഡ് ആണ്. ഇൻ്റർലോക്ക് ഈ ഒരു വീടിൻ്റെ തീമിനോട് ചേർന്ന് തന്നെ ഉള്ള ഇൻ്റർലോക്കും കാര്യങ്ങളാണ് ഈ ഒരു വീടിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഇൻ്റർലോക്ക് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വിഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെറിയ ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ഗാർഡൻ പ്രൊവിഷൻ, അത് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് കവർ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് പാത്ത് വേ ആണ്. സൈഡ് പാത്ത് വേയിൽ നമുക്ക് അവിടെ നമുക്ക് നനക്കല്ലും കാര്യങ്ങളൊക്കെ പൈപ്പും നനക്കല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന ഒരു ചുമര്. നമുക്ക് ഫുള്ളി നമുക്ക് ഈ ഒരു കരിങ്കല്ലിൻ്റെ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കവേർഡ് കാർ പാർക്കിംഗ് ആണ്. കവേർഡ് കാർ പാർക്കിംഗ് നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു കവേർഡ് കാർ പാർക്കിംഗ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ ഇത് കാണുന്നതാണ് ഈ ഒരു സിറ്റ് ഔട്ട്. വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ടാണ്. 15x6 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. മാർബിൾ സ്റ്റോണൊക്കെ വെച്ച് അതിൻ്റെ ഫ്ലോറും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. നമുക്ക് അതിൻ്റെ ചുമര് നമുക്ക് നോക്കുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ചുമരിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ചുമര് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കടപ്പാക്കല്ലിൻ്റെ ഒരു മോഡൽ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. എലഗൻ രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ 2 വലിയ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ ഫാൻസി ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് കൊടുത്താണ് നല്ല മനോഹരമായി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മെയിൻ ഹാൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുന്നത് ഒരു മെയിൻ ഹാൾ, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു വർക്ക് ഏരിയ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമായിട്ടാണ് നമുക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു രീതിയിൽ പ്രീമിയം ലുക്കിൽ പ്രീമിയം വർക്കും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത് 15x12 ഡയമെൻഷൻ വരുന്ന ഗ്രൗണ്ട് ഫ്ലോറാണ്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു ഏരിയയിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ തന്നെയാണ് വീണ്ടും ഫ്രണ്ടിൽ നമുക്ക് ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വുഡൻ പാനൽ കാര്യങ്ങൾ തൊട്ട് മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് ഉൾപ്പെടെ ടച്ച് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് നമുക്കെല്ലാം ഈ ഒരു ഡിസൈനിലെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും ഏരിയയും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു കരിങ്കല്ലിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ വന്നിട്ടുണ്ട്. തൊട്ട് മുകളിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്ത് പാസ് ചെയ്യുന്നൊക്കെ രീതിയിലുള്ള ഒരു ഓപ്പണിങ്, അത് നമുക്ക് ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള അത് നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. അത് TV യൂണിറ്റിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 12 ചെയർസ് ഉൾപ്പെടുന്ന ഡൈനിങ് നമുക്കിവിടെ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് ബൗണ്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 15x10 തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫ്ലോറിങ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉടൻ പാറ്റേൺ വരുന്ന പാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയ്ക്ക് വരുന്ന വാഷ് കൗണ്ടർ ഏരിയ പണിതിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് മോഡൽ രീതിയിലുള്ള വാഷ് കൗണ്ടർ ഏരിയയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല ജാഗോറും നല്ല ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് മനോഹരമായ രീതിയിൽ കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് നല്ല അടിപൊളിയായ ടൈൽസും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ. അത് പോയിട്ട് സ്മാർട്ട് മിററും കൊടുത്ത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ളൊരു ലുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ആ ഒരു ഭാഗത്തും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഫുൾ വിശേഷങ്ങൾ. നമുക്ക് ഈ വീട് നമുക്ക് വരുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു എൻട്രൻസ് ഒക്കെ നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. വീടിനോട് ആസ്പദമാക്കിയിട്ടുള്ള ഒരു കളർ തീമും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസിൽ നിന്ന് ഫുള്ള് കിച്ചൺ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് നമുക്ക് കിടക്കാം. 12x10 ഡയമെൻഷൻ വരുന്ന കിച്ചൺ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത് തീർത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്ര വലിയ ഫ്രിഡ്ജായാലും ഈ ഒരു സ്പേസ് നമുക്ക് ബൗണ്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് നമ്മൾ വിട്ടിട്ടുള്ളത്. നല്ല മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ളത്. അതിനൊരു സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉടൻ ഫിനിഷാണ് നമുക്ക് വന്നിട്ടുള്ളത്. താഴെ മുകളിലുമായിട്ട് ഒരുപാട് സ്പേസ് കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്കും കാര്യങ്ങൾ താഴെ മുകളിലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാക്ക് സൈഡ് നമുക്കൊരു ഏരിയ നമുക്ക് അവർ കവേർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫുൾ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫുൾ കവേർഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് ഈ ഒരു വീട്ടിൽ നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പം കിണർ കാര്യങ്ങളൊക്കെ വരുന്ന പ്ലേസ്മെൻറ്റ് ഇവിടെയാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ബെഡ്റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോകുന്നതിന് ആ ഒരു പാത്വേയിൽ തന്നെ മുകളിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്ത് നല്ലൊരു രീതിയിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ വിശാലമേറിയ ഒരു
ബെഡ്റൂം വരുന്നത്. 15x10 റൂമിൻ്റെ ഡയമെൻഷൻ. നമുക്ക് അജറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്ത് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. വിൻഡോസിലൊക്കെ നമുക്ക് കർട്ടൻ ബ്ലിങ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു വാൾ റൂസ് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഉടൻ ഒരു തടിയിലാണ് ഈ ഒരു വാൾ റൂസും കാര്യങ്ങളെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് 1 പീസ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിൽ വരെ നമുക്ക് ടൈൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇത്. നമുക്ക് വാട്ടർ ഹീറ്റർ കണക്ഷൻ എല്ലാം നമുക്ക് ഓൾറെഡി നമുക്കിവിടെ ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് വന്നിട്ടുള്ളത്. തടിയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കും ഈ സ്റ്റെയർ കാര്യങ്ങളെല്ലാം നമുക്ക് മാർബിളിൻ്റെ സ്റ്റോൺ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല യൂണീക്കായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തുകൊണ്ട് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ തന്നെയാണ്. ഈ ഒരു ചുവര് മുഴുവൻ നമ്മൾ ടെക്സ്ചർ വർക്ക് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വർക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫാൻസി ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല മനോഹരമായ രീതിയിലൊരു ഫർഗോള മോഡൽ നമുക്കവിടെ കൊടുത്ത് ഫുള്ളി നമ്മൾ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ആ ടോപ്പിൽ നമ്മൾ കാണുന്നത്. സ്റ്റെയർ കയറി നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മെയിൻ ഒരു ഹാൾ, 3 ബെഡ്റൂം, 2 ബാൽക്കണി ഉൾപ്പെടെ നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാള്. 15x10 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ്. താഴെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള മെയിൻ ടൈൽസ് തന്നെയാണ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാനലും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ടും നമ്മുടെ വെച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു മോഡലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x8 ഡയമെൻഷൻ വരുന്ന നല്ലൊരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഒരു വാർഡ്രോബ്സും കാര്യങ്ങളും നമുക്കിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫ്ലോറിനായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ വരെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഏരിയ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത് 12x10 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിങ്ങിൻ്റെ നല്ല കച്ചേരിയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ റൂമിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നേരത്തെ കണ്ടതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഫ്ലോറിനായിട്ട് നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് ആയ ടൈൽസ്, ടോപ്പിൽ വരെ നമുക്ക് ടൈൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള വാട്ടർ ഹീറ്റർ ഉൾപ്പെടെ നമ്മൾ കണക്ഷൻ എടുത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇത് വന്നേക്കുന്നത്. ഇനി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം. 15x10 റൂമിൻ്റെ ഡയമെൻഷൻ. അടിപൊളിയായിട്ടുള്ള വിശാലമായ റൂം തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിനകത്ത് കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുന്നത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന പോലെ തന്നെ വുഡൻ കബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിൽ നമുക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
ഇത് നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ റോഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിൽ ചെയ്തേക്കുന്നത്. ഈ റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ബാൽക്കണിയും കാര്യങ്ങളും തന്നെയാണ് വന്നേക്കുന്നത്. പത്ത് ഇൻറ്റു 4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി. ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ഈ ചുമര് മുഴുവനും നമുക്ക് റെഡ് ഇത് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. ഹാൻഡിൽസ് ഒക്കെ തന്നെ നമുക്ക് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ റൂമിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ബാൽക്കണി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിന് അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന നല്ല മനോഹരമായ ഒരു വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിത്ത് നമുക്ക് ഈ ഊഞ്ഞാൽ ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്ന 15x5 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നത്. ബാക്കി വരുന്ന ഏരിയ നമുക്ക് ഇത്ര ഓപ്പൺ ഏരിയ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അത് അത്യാവശ്യം നമുക്ക് എല്ലാ ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ചുമര് മുഴുവനും നമുക്ക് ടൈൽസും കാര്യങ്ങളും ചെയ്ത് നല്ല ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടൊരു രീതിയിൽ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ചെടിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും വെള്ളം കാര്യങ്ങൾ പൈപ്പും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഊഞ്ഞാൽ വന്നിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫോൾ സീലിങ്ങിൽ നമുക്ക് ഇതുപോലെ തന്നെ വുഡൻ പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഇതും ചെയ്തിട്ട് നമുക്കതിൽ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ബാൽക്കണി സൈഡിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ലക്ഷറി ലുക്ക് തരുന്ന വീടിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസും കാര്യങ്ങളൊക്കെ നല്ല ഫെയർ പ്രൈസിലാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഇത്രയും കണ്ട വീഡിയോസിൽ ഫുള്ള് നമുക്ക് ഇതിനകത്ത് ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവോൾവ് അല്ലാതെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ബട്ട് നമുക്കിത് ഈ ഒരു വീട് നമുക്ക് ഫർണിഷ്ഡ് ആയിട്ടാണ് നമുക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഫർണിച്ചർ ഉൾപ്പെടെ നമുക്കിത് വീട് സെയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് 98 നമുക്ക് ആസ്കിങ് വരുന്നത്. 98 ലക്ഷമാണ് നമുക്ക് ആസ്കിങ് വരുന്നത്. 4 സെൻറ്റ് ലാൻഡ് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് നമുക്ക് ഫെയർ പ്രൈസിന് തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. 98 ലക്ഷം ഫുൾ നമുക്ക് ഫർണിച്ചർ ഫുൾ ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.